അപ്പം നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഇറങ്ങി. 7 മണി ആയതേ ഉള്ളൂ. നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കേവിന്റെ പേരെന്നാ? എലിഫന്റ് കേവ് കാണാൻ പോവാണ്. അത് നമ്മുടെ അതിർത്തിയിലെങ്ങാണ്ടാ അല്ലേ? ഇന്ത്യ ഗേറ്റിന്റെ അവിടെ നിന്നാണ് പോകുന്നത്. നമുക്ക് അപ്പം അവിടെ പോയി കാണാം. കണ്ട ഫിഷിന്റെ ബാക്കിയല്ലേ ആദ്യം. പിന്നെ അതെ, അവിടെ വരെ ബ്ലൂ ആയിരുന്നു, ഇവിടെ ഇപ്പൊ ഓറഞ്ച് ആയി. അത് രസമുണ്ടല്ലേ എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന കണ്ടോ? അതെ, നല്ല അടിപൊളി പിക്ചർ. രാവിലെ തന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടോ? നമ്മളാ വന്നവിടമല്ല. നേവി മുംബൈ എയർപോർട്ട് കാർഗോ ടെർമിനൽ അല്ലേ? അതാണ്. അത് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ലീഫ് ഇല്ലേ മറ്റേന്നെ? നമ്മൾ ഈ പോകുന്ന വഴിക്കിൽ എവിടെയാ കേറുന്നേ? ആദ്യം പിന്നെ അടൽ സേതു വഴിയാ പോകുന്നത് അല്ലേ? നേവി മുംബൈ അടൽ സേതു അല്ലേ? ആദ്യം പിന്നെ കാണണോ? അതുപോലെ കാണണോടി. ആ, ഫ്ലൈ ഓവർ വരാനാന്ന് തോന്നുന്നല്ലേ? ഉണ്ടോ? ആ അതെ, നേവി മുംബൈ എയർപോർട്ട്. എന്ത് വഴികളാണ് അല്ലേ? വഴികൾ മാത്രമേ കാണാനുള്ളൂ. വണ്ടികളും Straight to stay on National Highway 348. എന്ത് ലോറികളാണ്. ഇനിയൊന്നും ഇവിടെ കൂടുതൽ National Highway 348. ഇൻഡസ്ട്രീസ് ഒക്കെ ഇല്ലേ, കമ്പനികളൊക്കെ അല്ലേ? ഭയങ്കര പൊടിയാ. കൊതുകിനും ഒരു പഞ്ഞമില്ല അല്ലേ? നമ്മുടെ നാട്ടിലെ കൊതുക് പോലത്തെ അല്ല. വേറെന്തോ വേറൊരു കളറും. അത് കാണാനേ പറ്റിയല്ല. ഒരു വെള്ള കളറാന്ന് എനിക്ക് തോന്നുന്നു. അടൽ സേതു എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ? അതെ, പ്രധാനമന്ത്രിയാ ഉദ്ഘാടനം ചെയ്തതല്ലേ 2024. അവിടെ നോക്കി ആ വഴികളുണ്ടോ? കേറുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, കാണാം. മുംബൈ വയ അടൽ സേതു എഴുതി വെച്ചിട്ടുണ്ടോ? ഫ്ലൈ ഓവർ കാണാം അല്ലേ അതില്? Continue for 800 meters. എന്നാ വഴിയല്ലേ? ക്രെയിൻ കണ്ടോ? കറങ്ങുന്ന ഫ്ലൈ ഓവർ. അതെ, നമ്മള് കറങ്ങി ഫ്ലൈ ഓവറിന്റെ മുകളിൽ വന്നതാ. പിന്നെ അവിടുന്ന് കറങ്ങി, അല്ലാതെ ഫ്ലൈ ഓവർ അല്ല കറങ്ങുന്നത്. In 400 meters, continue on to Atal Setu, Shri Atal Bihari Vajpayee Trans Harbour Link. കേട്ടോ, പറയുന്ന കേട്ടോ മാപ്പിനകത്ത്? അടൽ ബിഹാരി വാജ്പേയിയുടെ പേരുള്ള അടൽ സേതു. ഡിഫൻഡർ ആണല്ലോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. വണ്ടിയില്ലേ? Continue on Atal Setu. മുകളിൽ കൂടെ പോകുന്ന കണ്ടോ? വിമാനം പോകുന്ന കണ്ടോ? നേവി മുംബൈ എയർപോർട്ടിലെയാണോ അതോ ഇവിടുത്തെ അല്ലാതെ? സേതു, അടൽ സേതു തുടങ്ങി ഉണ്ടല്ലേ? ഇല്ല, തുടങ്ങിയില്ല. കടലിന്റെ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. നോക്കി, ഇവിടെ എല്ലാം പണികൾ കണ്ടോ? മലകളെല്ലാം തുറന്നു വെച്ച നോക്ക്, കണ്ടോ? എത്ര നാളത്തെ എത്ര പേരുടെ അധ്വാനമായിരിക്കും അല്ലേ? ആ അതെ.
പോകുന്നുണ്ടോ ഫ്ലൈറ്റ്? എയർ ഇന്ത്യ ആണോ ആണെന്ന് തോന്നുന്നു. കളർ കണ്ടിട്ട് എയർ ഇന്ത്യ അല്ല, മറ്റേ ഇതായിരിക്കും എന്നാ സ്പൈസ് ജെറ്റ് റെഡാണല്ലോ അല്ലേ? അതെ, എന്തെങ്കിലും ഇതാണ് മുംബൈ അടൽ സേതു വഴിയാണ് നമ്മളിപ്പോ പോകുന്നത് അല്ലേ? 2 മണിക്കൂർ ദൂരം എന്നുള്ളത് 20 മിനിറ്റ് ആക്കി എടുത്തു അല്ലേ? ഈ പാലം വഴി പോകുമ്പോൾ അങ്ങ് നോക്കി കണ്ടോ? ആദി കണ്ടോ അടൽ സേതു? കണ്ടോ? കാണുന്നുണ്ടോ വെളിയിലേക്ക്? അതുണ്ടോ? പാലം കാണുന്നുണ്ടോ? ഫോട്ടോഗ്രാഫി കണ്ടോ? അവിടെ കപ്പലുണ്ടോ? അത് പിന്നെ കണ്ടോ അങ്ങ് ദൂരെ കിടക്കുന്ന കണ്ടോ? കപ്പല് അങ്ങോട്ട് നോക്കിയേ കാണാം. കണ്ടോ? ഇതെല്ലാം ഇഷ്ടംപോലെ കാണുന്നുണ്ടോ? ഇതെല്ലാം കിടക്കുന്ന കപ്പലുകൾ കണ്ടോ? 17,840 കോടിയിലധികം രൂപ മുടക്കിയ. അത് കണ്ടോ? മതി എന്റെ വെള്ളം പോകുന്നുണ്ടോ കപ്പലിന്റെ സൈഡിൽ കൂടെ? കണ്ടോ? അതിൽ വെള്ളം കയറ്റി വിടുന്ന അങ്ങനെ എന്തോ ഉണ്ടല്ലോ അച്ഛാ. നോക്കി മുംബൈ പോർട്ടൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? വലിയ കപ്പൽ കിടക്കുന്നത്. ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ ഉണ്ടല്ലേ? കണ്ടോ? അറിയില്ല, നമുക്ക് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ബോട്ടോ കപ്പലോ അങ്ങ് ദൂരെ കണ്ടോ? ഇഷ്ടം പോലെ കപ്പലുകള്. നമ്മൾ ആ കാണുന്നതാണോ ഇനി എലിഫന്റ് കേവ്സ്? അവിടെ എന്നാ അറിയാല്ലേ? അമ്പലചുംബികളായ കെട്ടിടങ്ങളുണ്ട്. 4
അല്ലേ? അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് എന്തൊക്കെയുണ്ടോ? കമ്പ് കുത്തി വെച്ച് തോന്നുന്നല്ലേ? അതെ. ഇപ്പൊ നമ്മള് പോകുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടേക്കാ പോകുന്നത് അല്ലേ? ഇത് അവിടെ നിന്നല്ലേ ഫോർട്ടിലേക്ക് പോകുന്നത്? ഇന്ത്യ ഗേറ്റിന് ഏതാ പറഞ്ഞ അവർ മതിലെന്ന് പറയായിരുന്നു. മതിലില്ലേന്നോ? സിനിമയ്ക്കകത്താ വെള്ളിമുഖക്കകത്ത് അവൻ പറഞ്ഞു. നേവി മുംബൈ അല്ലേ? എനിക്ക് എന്നെ വലിയ കെട്ടിടങ്ങളൊക്കെയാണ്. ഒരു കടല് കടന്ന് ഇപ്പുറത്ത് വന്നു അല്ലേ? അല്ല അത് പിന്നെ മുംബൈ പോർട്ട് കൊളാമ കഴിയാറായി നദിയിലോട്ട് സേതു വഴിയാറായി അല്ലേ? പണികൾ നടക്കുന്നുണ്ടല്ലേ? ഇനി കെട്ടിടങ്ങൾ കണ്ടോ? കഴിഞ്ഞതും കഴിയാനുള്ളതും എല്ലാം ഉണ്ട്. In 600 meters, സത്യം പറഞ്ഞ ഈ keep സൈഡിൽ left to ഇങ്ങനെ ഈ take the flyover. മതില് പോലെ ഇതെല്ലാം ഉള്ളത് നന്നായി അല്ലേ? ഇത് കാണുമ്പോൾ പേടിയായി കടലിൽ മുകളിലുള്ള ഒരു ഓർമ്മ വരുമ്പോ ഒന്നാമതേ വെള്ളം പേടിയാ. അവിടെ ചെന്ന് ബോട്ടയിൽ എങ്ങനെ പോകുന്നുള്ളതാണ് അവനോ. Keep left to take the flyover, then take the exit toward Eastern Freeway. കഴിഞ്ഞു കേട്ടോ. അടൽ സേതു കഴിഞ്ഞു. നമ്മൾ കടലിന്റെ അപ്പുറത്തെത്തി അല്ലേ? മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? Take the exit toward Eastern Freeway. ഈ പറഞ്ഞാൽ ഈ മുംബൈയൊക്കെ നമ്മൾ കാണണം അല്ലേ? ഇത്രയും സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളത്. In 600 meters, join with Eastern Freeway. വെൽക്കം മുംബൈ പോർട്ട് അതോറിറ്റി ഉണ്ടോ? ഇങ്ങോട്ടൊക്കെ എന്ത് കിട്ടുന്ന അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഫ്ലൈവർ ഇങ്ങോട്ട് പോകുന്നു, പറഞ്ഞ് അങ്ങോട്ട് വെച്ചിരിക്കുന്നു. എന്തോ കാണുന്നുണ്ടോ? ഇത് കണ്ടോണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അയ്യോ ഞാനത് കണ്ടില്ലായിരുന്നു എന്ന് മാത്രം പറഞ്ഞേക്കരുത്. ഇവിടെ കൊണ്ടുവരാൻ എപ്പോഴും പറ്റില്ലാത്തതാ. നമ്മളവിടുന്ന് കോട്ടയം പോകുന്ന പോലെയല്ല. അവിടെ എല്ലാം കണ്ടോണം കേട്ടോ. Continue ഇതിൽ on ഇവിടെ Eastern ഈക്കോയും Freeway for 2 വാഗണറും എല്ലാം kilometers. ടാക്സി ചെറിയ വണ്ടിയാണ്, പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇതാന്ന് തോന്നുന്നു അല്ലേ? മുംബൈ ചേരികൾ പോലത്തെ അല്ലേ? ഇത് പൊളിച്ച് മാറണ്ടേ? ഒരു സമയമാകുമ്പോൾ മുളിച്ച് മാറ്റുമായിരിക്കും. ഫ്ലാറ്റ് വേണം. നിങ്ങളായിരിക്കും അവിടെ താമസിക്കുന്നതല്ലേ? കണ്ടോ എന്ത് ടാക്സിയാ നോക്കി? ഈക്കോയല്ലേ? എല്ലാം ഉണ്ട്, എല്ലാ വണ്ടിയുണ്ട്. കുഞ്ഞു വണ്ടികളെല്ലാം കുഞ്ഞു കുഞ്ഞു വണ്ടികളെല്ലാം. ഒമ്നി, സാൻഡ്രോ എല്ലാം ടാക്സിയാ. അല്ല നമ്മള് ഫ്ലൈ ഓവർ വഴി അതിലേക്കൂടെയാ വന്നത്. എന്നിട്ട് അതിലേ
വന്ന് കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ താഴെ ഇറങ്ങിയതായി. താഴെ ഇറക്കാനാണ് ഇത്രയും നേരം മാപ്പ് നമ്മളെ പടിപ്പെടുത്തിയത് അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയപ്പോ അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പോർട്ടിന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ശരിയാ, മോളിൽ കൂടെ വന്ന് കറങ്ങി താഴെ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇപ്പോഴാണ് നിലത്തോട്ട് ഇറങ്ങുന്നത് അല്ലേ? എത്ര നേരമായില്ലേ? ബ്രിഡ്ജ് സേതു തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയതാ അല്ലേ? അപ്പൊ അങ്ങനെ നിലത്തിറങ്ങി. ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ടോ? നിലത്തിറക്കി തന്ന മാപ്പിന് നന്ദി. അതെ, നിലത്തിറക്കി തന്ന മാപ്പിന് നന്ദി. അയ്യോ, എന്തേലും കഴിക്കണ്ടേ? വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 8:30 കഴിക്കാൻ പറ്റുള്ളൂ. ശരിയാ, നിലത്തിറങ്ങിയിട്ട് വേണ്ടേ കഴിക്കാനല്ലേ? ഒരു റെസ്റ്റോറന്റ് കണ്ടു. പക്ഷെ അവിടെ ഒന്നും, ഇവിടെ പ്രത്യേകിച്ച് ഇഡലി ദോശയൊന്നും കിട്ടുകയില്ലെന്ന് തോന്നി. ഇതുകൊണ്ട് വേണ്ട വടാപ്പാവ് കഴിക്കുന്നു. ഇവിടെ ഒരാൾ ചായ കുടിക്കുന്നു. ആദ്യപ്പനാണെങ്കിൽ വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇതായതുകൊണ്ടാന്ന് തോന്നുന്നു. അവനിത് കഴിച്ച് മടുത്തുകൊണ്ട് തോന്നുന്നു അല്ലേ? എല്ലാ ദിവസവും രാവിലെ ഓരോരോ ഐറ്റംസ് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന ആള് ഇവിടെ ഇരുന്ന് ഇപ്പൊ നേരത്തെ വടാപ്പാവ് കഴിക്കുന്നു. ഒരു കുഴപ്പവും ഇല്ല. ആരോടും കലിപ്പൊന്നും തീർക്കാൻ പറ്റുകയില്ല. എന്നെ ചെയ്യാൻ പറ്റും? കിട്ടുന്നത് കഴിക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അല്ലേ അച്ഛേ? ഡബിൾ ഡഗ് അമൂലിന്റെ അല്ലേ? Turn left onto Dr. Dadabhai Naoroji Road. ഇപ്പൊ നമ്മൾ ഏത് വഴിക്കാ ആദ്യം പോകുന്നത്? ഏത് സ്ഥലത്തൂടെയാ പോകുന്നേ? മുംബൈ. ഓക്കെ, മുംബൈയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കാം. നമ്മളിത് അല്ലേ ഭാവിയിൽ നമ്മള് മുംബൈ കൂടെ പോയായിരുന്നു അല്ലെ? മറ്റേ സിനിമയ്ക്കകത്ത് ധാരാവിയുടെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാം. നിങ്ങൾ മുംബൈ എന്ന് കേട്ടിട്ടുണ്ടോ? കല്ലാണോ അത്? പഴയ ബിൽഡിംഗ് അല്ലേ? അതെടുക്കുന്നുണ്ട്. അന്ന് ഇവിടെ പോയില്ലേ ഹൈദരാബാദിലെ ഫിലിം സിറ്റി അല്ലേ? ഫിലിം സിറ്റി പോയതുപോലെ. മെട്രോ സ്റ്റേഷൻ കണ്ടു കണ്ടു. ടൂറിസ്റ്റുകളുണ്ടല്ലേ, കണ്ടോ? ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണോ? അതെ.